ഹലോ ഗൈസ്, അറബിൻ വ്ലോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ചെറിയൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ചെറിയൊരു മൈക്ക് വാങ്ങി. അപ്പോൾ മുൻപ് നമ്മൾ മൈക്കുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ബോയയുടെ, അതുപോലെ തന്നെ മോണല്ലേ ഇപ്പോൾ അതിന് ചെയ്തേക്കണേ. അപ്പോൾ നമ്മളത് വയർലെസ് മൈക്കാണ്. ഇത് സോറി വയർഡ് മൈക്കാണ്. ഇത് നമ്മളിപ്പോൾ വാങ്ങിയിരിക്കുന്ന ഒരു ചെറിയ വയർലെസ് മൈക്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ അപ്പോൾ എല്ലാവരും വീഡിയോ കാണും കേട്ടോ. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ പുതിയൊരു മൈക്ക് മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു K8 ഒരു വയർലെസ് മൈക്കാണ് കേട്ടോ. അതൊരു ചൈനീസ് ബ്രാൻഡാണ്. നമുക്കിത് റേറ്റ് വന്നിരിക്കുന്നത് 1000 രൂപയാണ് കേട്ടോ. 1090 നമുക്ക് വന്നിരിക്കുന്ന റേറ്റ്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഇത് ഓർഡർ ചെയ്തത്. അപ്പോൾ കാരണം ഇതൊരു ഓഫർ ടൈമിലൊക്കെ ആണെന്ന് തോന്നുന്നു. ഇതിന് ഞാൻ മുൻപ് നോക്കുമ്പോൾ ഒരു 1300 രൂപയുടെ ഉള്ളിൽ വില ഉണ്ടായിരുന്നു. ഇതിപ്പോൾ നമുക്ക് കിട്ടിയത് 1090 രൂപയ്ക്കാണ് കേട്ടോ ഈ K8 മൈക്ക് കിട്ടിയത്. ഇതാണ് മൈക്ക. അപ്പോൾ നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഫോണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ്മിയുടെ Note 10 Pro ആണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്നുള്ള മൈക്കിൽ നിന്നുള്ള വോയിസാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞ് നമ്മൾ ഈ മൈക്ക് ഇതിലേക്ക് ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് മൈക്കിൽ നിന്നുള്ള വോയിസും ഇപ്പോഴുള്ള വോയിസും നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അതേ പറഞ്ഞേ മൈക്ക് നമുക്ക് അൺബോക്സ് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. ഇതാണ് മൈക്ക. എന്താ അവരുടെ ഒരു ക്യാഷ് ബാക്ക് റിവാർഡ് ഒക്കെയാണ്. അത് വലിയ കാര്യമൊന്നുമില്ല. നമ്മളിപ്പോഴും പറഞ്ഞ മാതിരി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കൊടുക്കണേ. അപ്പോൾ നമ്മുടെ മൈക്ക് ഇതാണ് കേട്ടോ. അപ്പോൾ ഇതിലിപ്പോൾ 2 ഐറ്റംസ് ഉണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നതേ ഇതിൻ്റെ റിസീവർ. ഇത് നമ്മൾ ഫോണിൽ കുത്താറുണ്ട് കേട്ടോ. ഇത് C ടൈപ്പാണ്. ഇത് അതുപോലെ തന്നെ ഇത് ഐഫോണിൽ യൂസ് ചെയ്യാനുള്ളത് സെപ്പറേറ്റ് ഉണ്ട്. നമ്മൾക്ക് നമ്മുടെ ഫോൺ ആൻഡ്രോയിഡ് ഫോൺ ആയതുകൊണ്ട് C ടൈപ്പാണ് കേട്ടോ അതിന്. പിന്നെ ഇത് ഇതിൻ്റെ റിസീവറാണ്. ഇത് നമ്മൾ ഫോണിൽ കുത്തുക. ഇതിൽ വേറെ ചാർജിങ്ങോ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഡയറക്റ്റ് ഫോണിൽ നിന്നുള്ള ചാർജിൽ വർക്ക് ചെയ്യണ റിസീവറാണ്. ഇത് നമ്മൾ C ടൈപ്പിൽ കുത്താനുള്ളത്. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ മൈക്ക. ഇതാണ് മൈക്ക. ഇതിൽ നമ്മൾ ചാർജ് ചെയ്യണം. അതിൻ്റെ ചാർജിങ് പോർട്ട് ഇത് എവിടെയാണ് ഇതിൻ്റെ ചാർജിങ് പോർട്ട്. ഇത് നമ്മൾ ചാർജ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ പവർ ബട്ടൺ ഇതാണ് കേട്ടോ. ഇതൊന്ന് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഒരു 2-3 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഓണാവും. ഓട്ടോമാറ്റിക്കലി പെയറാവും. നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇത് എന്താ പറയുക, ഇപ്പോൾ ഇതൊന്നും ഈ മൈക്ക് എന്തെങ്കിലും വല്ലൊരു മിസ്സിങ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഡബിൾ ടാപ്പ് അടിച്ച് കഴിഞ്ഞാൽ ഈ സാധനം റീസെറ്റ് ആവും മൈക്ക. അപ്പോൾ അങ്ങനെ ഒരു ഇതും കൂടി ഉണ്ട്. ഇതിലിപ്പോൾ പലരും ഇപ്പോൾ പറയുന്നുണ്ട്, അത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയില്ല. അതായത് ഇതിൽ നമ്മൾ സെപ്പറേറ്റ് ആപ്പ്, അതായത് ഓപ്പൺ ക്യാമറ എന്നുള്ളൊരു ക്യാമറ ആപ്പ് ഉണ്ട് വീഡിയോ ഒക്കെ എടുക്കാനുള്ളത്. അപ്പോൾ അത് ഉപയോഗിച്ച് യൂസ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ശരിക്കും വോയിസ് കിട്ടാന്നാണ് എല്ലാവരും പറയണത്. പക്ഷെ ഞാൻ ഓപ്പൺ ക്യാമറ അല്ല, നമ്മൾ ഡയറക്റ്റ് ഫോണിൽ കുത്തിയിട്ടാണ് ചെക്ക് ചെയ്തത്. നമുക്ക് യാതൊരു പ്രോബ്ലം കാര്യങ്ങളും ഉണ്ടായില്ല. ഇപ്പോൾ ഇതിൽ പിന്നെ വേറെ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ OTG സപ്പോർട്ടുള്ള ഫോണുകളിൽ പെട്ടെന്ന് തന്നെ പെയറാവും, കാര്യങ്ങളൊക്കെ ക്ലിയർ ആവും. അതായത് നോർമൽ ക്യാമറയിൽ എടുക്കാമെന്നും ചില വീഡിയോയിൽ നമ്മൾ നോക്കിയപ്പോൾ കണ്ടു. അപ്പോൾ അതൊന്നും നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പക്ഷെ നമ്മൾ നോർമലി ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തതിൽ നമ്മുടെ ഫോണിലായിട്ട് യാതൊരു പ്രശ്നമില്ല. ഓപ്പൺ ക്യാമറ കാര്യങ്ങളോ വേറെ ഒരു ആപ്പുകളോ ഒന്നും വേണ്ട. ഡയറക്റ്റ് ഇത് പ്ലഗ് ചെയ്യണു, പവർ ഓൺ ആക്കണു, കണക്റ്റ് ആക്കണു, സംഭവം റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ വോയിസ് അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. പുറത്തുനിന്നുള്ള നോയ്സൊക്കെ മാക്സിമം ഇത് എന്താ പറയുക കളയുന്നുണ്ട്. നമ്മളിപ്പോൾ കേൾക്കുന്നത് നമ്മുടെ ഫോണിൻ്റെ മൈക്കിലൂടെയുള്ള വോയിസാണ്. ഇതിപ്പോൾ നമ്മൾ അടുത്തതായിപ്പോൾ നമ്മൾ മൈക്ക് കുത്തി അതിലൂടെയുള്ള വോയിസ് നമ്മൾ കേൾക്കാൻ പോകുന്നുണ്ടോ. അപ്പോൾ ഗൈസ്, നമ്മുടെ മൈക്കയുടെ പവർ ബട്ടൺ ഒന്ന് 2 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിച്ചു. ഇപ്പോൾ ഇതിൽ ഫസ്റ്റ് ഒരു ഇത് റെഡ് ലൈറ്റ് ആണ് കത്തിക്കുക, അതായത് കണക്റ്റ് ആവാണ്ട് നിൽക്കുമ്പോൾ കേട്ടോ. പക്ഷെ പെയറായി കഴിഞ്ഞാൽ ഇതിങ്ങനെ ഗ്രീൻ ലൈറ്റ് കാണാണ്ടോ, ഗ്രീൻ ലൈറ്റ് ഇങ്ങനെ കത്തി നിൽക്കും. അതിനർത്ഥം അത് തമ്മിൽ പെയറായി എന്നാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന വോയിസ് നമ്മുടെ മൈക്കിലൂടെയാണ്. ഇപ്പോൾ ചക്കുവും ഞാനും തമ്മിലിപ്പോൾ ഒരു ഏകദേശം ഒരു 10 അടി അല്ലേ, 10 ഇല്ല, ഒരു 8 അടി ഡിസ്റ്റൻസിലിപ്പോൾ നിൽക്കണം. അപ്പോൾ അവിടെ നിന്ന് സംസാരിക്കുന്നത് ഇത് നമുക്ക് ഏകദേശം ഒരു 20 മീറ്ററോളം ഡിസ്റ്റൻസിൽ സംസാരിക്കാം. ഇതൊന്ന് കുത്തിട്ടോ കോളർമേ സാല്ലേ ഏറ്റു പോകട്ടെ. അപ്പോൾ ഏകദേശം ഒരു 20 മീറ്റർ ഡിസ്റ്റൻസിൽ നമുക്ക് സംസാരിക്കാൻ പറ്റുമെന്നാണ് കമ്പനി പറഞ്ഞിരിക്കുന്നത്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ വോയിസ് എത്രത്തോളം ഉണ്ട്, നമ്മൾ മുൻപ് കേട്ട വോയിസും ഇതും തമ്മിൽ എത്രത്തോളം ഡിഫറൻറ്റ് ഉണ്ടെന്ന്
ഇപ്പൊ മനസ്സിലായില്ലേ? ജസ്റ്റ് ഒന്ന് ഞാനിനി കുറച്ച് ദൂരം അങ്ങോട്ട് നടന്നു നോക്കാം. അപ്പോൾ എന്നിട്ട് എത്രത്തോളം ഈ സൗണ്ട് ക്ലാരിറ്റി ഉണ്ട് എന്ന് നിങ്ങൾ തന്നെ പറയട്ടാ. ഇപ്പോൾ നമ്മൾ പിന്നിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 20 മീറ്റർ ആയിണ്ടാ? ചാൻസ് കുറവാ, ഇല്ല ആയിട്ടില്ല. 20 മീറ്റർ ആണോ എത്രയാണോന്ന് അറിയില്ല. എന്തായാലും ഇപ്പൊ നമ്മൾ വ്ളോഗോ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇത്ര ഡിസ്റ്റൻസിൽ നിന്നിട്ട് നമ്മൾ വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്യാൻ പോകണമെന്നില്ല. അപ്പൊ ഇപ്പൊ നമ്മൾ ഏകദേശം ഒരു ദൂരം നിന്നിട്ടാണ് ഇപ്പൊ സംസാരിക്കണത്. ഇപ്പോ വോയിസും കാര്യങ്ങളും എത്രത്തോളം ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ വെളിയിൽ നിന്നുള്ള ശബ്ദം, അതായത് പുറമെ നിന്നുള്ള ശബ്ദം കാര്യങ്ങളും എത്രത്തോളം ക്യാൻസൽ ചെയ്യുന്നുണ്ടെന്നുള്ളത് നിങ്ങളിപ്പോൾ ഈ വീഡിയോ കൂടെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞ മാതിരി നമ്മുടെ ഈ മൈക്ക ഒരു K8 എന്നുള്ള ബ്രാൻഡിന്റെ മൈക്കാണ്, ഒരു ചൈനീസ് ബ്രാൻഡാണ്. നമുക്ക് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 1090 രൂപയാണ്. നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് ആ നിലവിൽ ഉണ്ടായിരുന്ന റേറ്റ്. അപ്പോൾ ഇതിന്റെ ലിങ്കും കാര്യങ്ങളും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ അതിൽ കയറിയിട്ട് പർച്ചേസ് ചെയ്യുക. അപ്പോൾ അതാണ് നമ്മുടെ മൈക്കയുടെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മൾ ഇത്ര നാളും യൂസ് ചെയ്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഫോണിലൂടെ മൈക്കും, അതുപോലെ തന്നെ നമ്മുടെ നിലവിൽ കയ്യിലുണ്ടായിരുന്ന ബോയ എന്നുള്ള മൈക്കൊക്കെ വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തത്. അത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇപ്പോൾ വ്ളോഗ് ചെയ്യുമ്പോൾ നമ്മൾ ഡയറക്റ്റ് സംസാരിക്കുന്ന സമയത്ത് ഈ കോളറിൽ ഇത് മൈക്ക് വെച്ച് ഫോണിൽ പിന്നും കുത്തി വയറും പിടിച്ച് നമുക്ക് സംസാരിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം പിന്നെ അതുപോലെ തന്നെ വണ്ടിയുമ്പോൾ പോകുമ്പോഴായാലും നമുക്ക് വീഡിയോ എടുക്കുമ്പോഴും ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഈ മൈക്ക നമ്മളിപ്പോൾ ഹെൽമെറ്റിന്റെ അവിടെ വെച്ചിട്ടായാലും ഇപ്പോൾ ചക്കുപ്പോൾ ബാക്കിൽ നിന്ന് വീഡിയോ എടുത്തായാലും എനിക്ക് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ ഓക്കെ, യാതൊരു പ്രോബ്ലം ഇല്ല, വയറുടെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ല. അതുപോലെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് സുഖമായിട്ട് നമുക്ക് വളരെ കംഫർട്ടായിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. അപ്പോൾ അതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ എല്ലാ പ്രാവശ്യം പറയുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട്, അല്ല ചേട്ടാ, ഓരോരുത്തരുടെ അഭിപ്രായമാണ്. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ള സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും ബൈ. അടുത്ത വീഡിയോ കാണുന്നവരെ ഓക്കേടാ.